ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കൊച്ചിൻ ബേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മന്തി ബിരിയാണി ആയിട്ട്. ബിരിയാണി നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. മന്തി റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഒരു ഇത്തിരി വെറൈറ്റി ആണല്ലോ. അപ്പോൾ നമുക്ക് മന്തി റൈസിൽ നമ്മുടെ സാധാരണ ബിരിയാണിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു മന്തി ബിരിയാണി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരു ചേഞ്ച് എല്ലാവർക്കും ഇഷ്ടമല്ലേ, എന്നും ഒരേ ഫുഡ് കഴിക്കുന്നതിനേക്കാൾ. അപ്പോൾ നമുക്ക് മന്തി ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും വാ. അപ്പോൾ നമുക്ക് ആദ്യമേ ബിരിയാണിക്കുള്ള ചിക്കനുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, സൺഫ്ലവർ ഓയിലായിരിക്കും ടേസ്റ്റ്. അതിലേക്ക് നമ്മളൊരു വലിയ ടൊമാറ്റോ ഒരു 2 എണ്ണം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യമുള്ള മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അത് നല്ല കളറുണ്ടാകുമല്ലോ. ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല, നമ്മൾ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒക്കെ ഇട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേണ്ട ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിരിക്കണം കേട്ടോ. അതിലേക്ക് മസാല പൗഡറുകൾ, കാശ്മീരി ചില്ലി പൗഡറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും, നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ആ തൈരും കൂടി ചേർത്ത് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന ബിരിയാണിക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഞങ്ങൾക്കതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ നമുക്ക് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനൊരു 2-3 പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. ഇടയ്ക്കൊന്ന് നമ്മൾ ആ ചിക്കൻ ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ തന്നെ ചിക്കൻ ഒരുവിധം കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്രേവിയിലേക്കിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ മസാലയെല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിക്കും. പക്ഷേ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ബിരിയാണിക്ക് ടേസ്റ്റ് കുറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ അതെ, 2nd ട്രിപ്പും 3rd ട്രിപ്പും എല്ലാം ഞാൻ ഒരുവിധം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് സൺഫ്ലവർ ഓയിലും ഗീയും കൂടെ ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പൂവും കറുകപ്പട്ടയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ കുരുമുളക് കേട്ടോ, അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ആലിബാബയുടെ റൈസാണ് ഉപയോഗിക്കണം കേട്ടോ. അത് നമ്മളൊരു 3 മിനിറ്റൊക്കെ ഒന്ന് കുതിരാൻ വെച്ചിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഫ്രൈ ആക്കുന്നില്ല അരി കേട്ടോ. ഫ്രൈ ആക്കണമെങ്കിൽ ആക്കാം, ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നില്ല അരി. ഫ്രൈ ചെയ്യാതെ തന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചോറിൻ്റെ കുറച്ച് മുകളിൽ നിൽക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മന്തി മസാല എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. എന്നിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാനതിൽ നാരങ്ങാ നീര് ഒഴിച്ചിട്ടുണ്ട്, ആ ക്ലിപ്പ് പോയി കേട്ടോ. അതൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കും റൈസ് നല്ല കുക്കായിട്ട് വരും. അപ്പോഴത്തേക്കും നമ്മൾ ആ ഗ്രേവിയിലേക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം ഗ്രേവി. അപ്പോൾ ഒരുപാട് ഈ കളറ് കാണുന്നുണ്ടെങ്കിലും ഒരുപാട് എരിവൊന്നും ഈ ഗ്രേവിക്ക് വരില്ല. കാരണം കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എരിവുള്ള മുളക് പൊടി എടുക്കരുത്. പിന്നെ ഞാനിവിടെ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ, പക്ഷേ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ലെയറായിട്ട് സെറ്റ് ചെയ്യണം ഈ റൈസും ചിക്കനും. റൈസ് ആദ്യം ഒരു ലെയർ വെച്ചിട്ട് പിന്നെ നമ്മൾ തിക്ക് ഗ്രേവി ആയിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ അതും എടുത്ത് ഒരു ലെയറായിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് അടുത്ത ലെയർ ചോറും കൂടെ റൈസും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ
എന്നിട്ട് അത് നല്ല സെറ്റാക്കി എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാട്ടോ. എപ്പോഴും കഴിക്കുന്ന ഒരു സാദാ ബിരിയാണിയുടെ ടേസ്റ്റല്ല, കാരണം മന്തി മസാലയൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ അതിന് വരും. പിന്നെ ഞാനിവിടെ ബിരിയാണി എസൻസ് ഒന്നും ചേർത്തിട്ടില്ല, കാരണം എസൻസ് ചേർക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞാൻ എപ്പോഴും ചേർക്കാറില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് നല്ല മണമൊക്കെ വരാനായിട്ട്, നല്ല സ്മെല്ല് വീട് മുഴുവൻ പരക്കുമല്ലോ എസൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചിലപ്പോഴൊക്കെ എസൻസ് ഒഴിക്കും. ഇപ്പം ഞാൻ എസൻസ് ഒഴിച്ചിട്ടില്ല. ഇഷ്ടമുണ്ടെങ്കിൽ എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് താഴെയും മുകളിലും റൈസ് ലെയർ ചെയ്ത് ഇടയ്ക്ക് ചിക്കൻ വെച്ചു. എന്നിട്ട് മല്ലിയില ഇട്ട് നമ്മൾ 1 മിനിറ്റ് ഇതൊന്ന് സെറ്റാകാനായിട്ടൊന്ന് വെക്കണം. സ്റ്റൗ കത്തിക്കുകയൊന്നും വേണ്ട, അങ്ങനെ വെച്ചാൽ മതി. സ്റ്റീം വന്നിരിക്കുന്ന കണ്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് സെറ്റായി. ഇവിടെ എല്ലാവരും കഴിക്കാനായിട്ട് ഇങ്ങനെ ധൃതി വെച്ചുകൊണ്ടിരിക്കുക, വേഗം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.